ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. വിപണിയിൽ പല സമയങ്ങളിലായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അത് മിക്കവാറും നമ്മൾ ഫേസ് ചെയ്യാറ് മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോഴാണ് ഓരോരോ റീസൺ കാരണം മാർക്കറ്റ് ഫോൾ ആകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നമല്ല നമുക്ക് മുന്നിലുള്ളത്, ഒട്ടനവധി പ്രശ്നങ്ങളാണ്. ബംഗ്ലാദേശിലെ ക്രൈസിസ് നമ്മളെ ബാധിക്കില്ല എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് ഇന്ന് FMCG സ്റ്റോക്കുകളിൽ കനത്ത ഇടിവ് നമ്മൾ കണ്ടു. ബംഗ്ലാദേശ് ഇഷ്യൂ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ജപ്പാൻ മാർക്കറ്റ് ഒരു സിംഗിൾ ഡേ കൊണ്ട് ഇന്നലെ 12% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ അത് എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിച്ചു. മൂന്നാമത് ഗ്ലോബലി ഉള്ള ക്രൈസിസ്, എസ്പെഷ്യലി US നിന്നുള്ള ക്രൈസിസ് വാർത്തകൾ, അത് മാർക്കറ്റിനുള്ള ഫോളിന് ആക്കം കൂട്ടി. മിഡിൽ ഈസ്റ്റ് ടെൻഷൻ, പുതിയതായിട്ട് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഒരേ സമയം തന്നെ മിഡിൽ ഈസ്റ്റിൽ 4 രാജ്യങ്ങളിലാണ് പ്രശ്നങ്ങളുള്ളത്. അത് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് 4ഓളം പ്രധാന ഇഷ്യൂസാണ് മാർക്കറ്റിൻ്റെ ഇടിവിന് കാരണമാകുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റും. കാരണം 4 ഇഷ്യൂവും ഒരേ സമയം വന്നതുകൊണ്ട് 4 ഇഷ്യൂവിന് ഒറ്റ ഇടിവ് മതിയല്ലോ. 4 പ്രാവശ്യമായിട്ടായിരുന്നെങ്കിൽ 4 പ്രാവശ്യം മാർക്കറ്റ് ഇടിഞ്ഞേനെ എന്നുള്ള ഒരു കൗതുകരമായിട്ടുള്ള കാര്യമാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത്. എനിവേ, മാർക്കറ്റ് കഴിഞ്ഞ ഒരു 4 ദിവസം കൊണ്ട് ഇതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 4.5% അഥവാ 1100 പോയിന്റ് ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിക്ഷേപകരുടെ 22 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ഏകദേശം ഒരു 4 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിപ്പോയത് എന്നുള്ളതാണ്. അപ്പോൾ വിക്സ് ഇന്ന് 8% ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ടായി. അതായത് ഇന്നലെ 50% സ്പൈക്ക് ചെയ്ത ഇന്ത്യ വിക്സ് പേരിഞ്ഞ ഒരു 8% മാത്രം ഇടിവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. അതായത് ഭീതി ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പേടിപ്പിക്കുന്നതല്ല, പക്ഷെ സ്റ്റിൽ ഇന്ത്യ വിക്സ് ഇന്നലെ 50% സ്പൈക്ക് ചെയ്ത ഇന്ത്യ വിക്സ് ഇന്ന് ഒരു 30% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ സമാധാനമായേനെ. പക്ഷേ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത് ഇന്ത്യ വിക്സ് 8% മാത്രമാണുള്ളത്. ആശ്വസിക്കാനുള്ള വക എന്ന് പറയുന്നത് US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് ഇന്ന് ഏകദേശം ഒരു 8% റാലി രേഖപ്പെടുത്തി. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് റെഡാണ്. ഇന്ത്യൻ മാർക്കറ്റ് റെഡിലടച്ചു. ഗോൾഡിലും അതല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോയിലെല്ലാം തന്നെ വോളറ്റിലിറ്റി തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഓൺലൈനിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ നല്ലൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ കോൾ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ലോസ് വരുത്തി. 24,400 പരിസരത്ത് റെസിസ്റ്റൻസ് എടുത്തു. എന്നിട്ട് ശക്തമായിട്ട് ഇടിവ് രേഖപ്പെടുത്തി. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 418 പോയിന്റ് ഫോളായി. ഇന്നലത്തെ ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി മാർക്കറ്റ് ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആക്ച്വലി ട്രാപ്പ്ഡ് മാർക്കറ്റായിരുന്നു. കാരണം മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഷോർട്ട് കവറിങ് റാലി കണ്ടു. കോള് ഷോർട്ട് ചെയ്ത ആളുകളെല്ലാം തന്നെ ഹ്യൂജ് ലോസ് വരുത്തി. അതിനുശേഷം അന്ന് മാർക്കറ്റ് ബുള്ളിഷ് ആവുന്ന രീതിയിൽ പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളെയും ലോസ് ആയിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ആദ്യത്തെ ഒരു ഹൈന് ശേഷം ശക്തമായിട്ടൊരു ഇടിവ് കണ്ടു. നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. മാർക്കറ്റിൽ ഇന്ന് ശക്തമായ ഫോൾ രേഖപ്പെടുത്തിയത് HDFC ലൈഫ്, SBI ലൈഫ്, ഇൻഷുറൻസ് മേഖല ഇടിഞ്ഞു. BPLും ശ്രീറാം ഫിനാൻസും SBIയും ഇടിവ് രേഖപ്പെടുത്തി. റാലി രേഖപ്പെടുത്തിയിട്ടുള്ളത് ബ്രിട്ടാനിയ, JSW സ്റ്റീൽ, ടെക്കം, L&T മൈൻട്രി തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 55,000, ബ്രന്റ് ഓയിൽ 76, ഗോൾഡ് $2,411 പെർ ഔൺസ്. ഓസ്ട്രേലിയ ഗ്രീനിലടച്ചു. ചൈന പോസിറ്റീവ്. കൊറിയ 3.5% അപ്പ്. നിക്കി 10% അപ്പ്. ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ആണ്. ഇന്ത്യ വിക്സ് കാണാം 9% ഇടിവ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് ആസ് ഓഫ് നൗ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവായ ഒരു സെന്റിമെന്റ്സിലാണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 46,748 സ്പോട്ട്, 49,700 സ്പോട്ട് എന്ന് നമുക്ക് കണക്കാക്കാം. PCR 0.52 ആണ്. 50,500 നല്ലൊരു കോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്.
സപ്പോർട്ട് സോൺ 49,500 49,000 ആണ് ഉള്ളത്. 49,000 എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ നിന്ന് വെറും 700 പോയിന്റ് മാത്രം മാറിയാണ് വലിയൊരു ഇടിവ് കണ്ടാൽ ഇതൊന്നും ഒരു സപ്പോർട്ട് അല്ലാതായി മാറും. ഇത്തരത്തിലുള്ള ഇടിവായ ഒരു അവസരങ്ങളിൽ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിനോ സപ്പോർട്ടിനോ റെസിസ്റ്റൻസിനോ ഒന്നും വലിയ തോതിൽ പ്രാധാന്യം ഉണ്ടാവാറില്ല. റെസ്പെക്ട് ചെയ്തേക്കാം, പക്ഷേ ഓപ്ഷൻ റൈറ്റേഴ്സിനെല്ലാം തന്നെ ആ ഒരു സപ്പോർട്ട് സോൺ ഒന്നും നോക്കി ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതേ സമയത്ത് ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്യുമ്പോൾ അപ്പോൾ കാണുന്ന പ്രീമിയത്തിൻ്റെ എല്ലാം തന്നെ 3 മടങ്ങ് ഉയരും. അപ്പോൾ ഇത്തരം വലിയൊരു ഫോൾ ഉണ്ടാകുമ്പോൾ 2 തരത്തിലുള്ള ആളുകളാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഒന്ന്, ഇത് അവസരമായിട്ട് കണക്കാക്കി നല്ലൊരു പ്രീമിയം ഉണ്ട്, അത് ഒന്ന് സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ കാശുണ്ടാക്കും. രണ്ടാമത് ട്രാപ്പായി പോകുന്ന ആളുകൾ ഒരിക്കലും ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല. കാരണം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഇങ്ങനെ അത് പെരുകി പോകും. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു അവസരങ്ങളിൽ കാശുണ്ടാകുന്നത്. മെജോറിറ്റി ആളുകൾ ട്രാപ്പായി പോകുന്നതാണ് കാണപ്പെടാറ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ പൊസിഷനെല്ലാം തന്നെ ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് കളി കാണുക എന്നുള്ളതാണ് അഭികാമ്യം. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. ആദ്യമായിട്ട് GSE ഹൗസിംഗ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 31 നിന്ന് 39 വർദ്ധിച്ചു. കുപ്പിഡ് കമ്പനി അവർ UAE ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. പുതിയ സബ്സിഡിയറി കമ്പനി അവർ ആരംഭിച്ചു. കുപ്പിഡ് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. IFL ഫിനാൻസ് കമ്പനി 430 നിന്ന് 290 പ്രോഫിറ്റ് കുറഞ്ഞു. ഗ്ലാൻ ഫാർമ 194 നിന്ന് 144 പ്രോഫിറ്റ് കുറഞ്ഞു. ഇൻഡിഗോ പെയിൻറ്റ് 31 നിന്ന് 26 പ്രോഫിറ്റ് കുറഞ്ഞു. ടാറ്റ പവർ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റാണ്, ഓൾമോസ്റ്റ് 971 കോടി രൂപ. എന്നാൽ സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാൾ താഴെയാണ്. ലിൻഡ ഇന്ത്യൻ കമ്പനി 99 നിന്ന് 114 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. JM ഫിനാൻസ് കമ്പനി 166 നിന്ന് 171 പ്രോഫിറ്റ് ഉയർത്തി. ചമ്പൽ ഫെർട്ടിലൈസർ 340 നിന്ന് 448 പ്രോഫിറ്റ് ഉയർത്തി. VIP ഇൻഡസ്ട്രീസ് കമ്പനി 57 നിന്ന് 4 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ബ്ലൂ സ്റ്റാർ 82 കോടി രൂപയിൽ നിന്ന് 170 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജയകുമാർ ഇൻഫ്ര 72 നിന്ന് 86 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സോളാർ ഇൻഡസ്ട്രീസ് കമ്പനി 190 നിന്ന് 290 പ്രോഫിറ്റ് ഉയർത്തി. ഹീറോ മോട്ടോകോർപ്പ് ഇവർ ബംഗ്ലാദേശിൽ ഇവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ ഇഷ്യൂ കാരണം ക്രൈസിസ് ഉണ്ട്. അതുപോലെ തന്നെ മാരിഗോയുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ 40% ബംഗ്ലാദേശ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാരിഗോ ശക്തമായ ഒരു ഫോൾ ആയിട്ടുള്ളത്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24% ഉയർന്ന് 3718 കോടി രൂപ കരസ്ഥമാക്കി. കൂടാതെ തന്നെ കമ്പനി 3 രൂപ 25 പൈസ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. TVS കമ്പനി നെറ്റ് പ്രോഫിറ്റ് 23% ഉയർന്ന് 577 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളുകളെ അഡ്വൈസ് ചെയ്യാൻ ഒന്നും ഞാൻ ആളല്ല. എല്ലാ ആളുകളുടെയും ഇൻഡിവിജ്വൽ ചോയ്സാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. ഈ നമ്മുടെ ന്യൂസും മാർക്കറ്റിൽ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഉള്ള ഇൻഡിക്കേഷൻ അല്ല. മാർക്കറ്റിൽ ഈ ഒരു ക്യാമറയുടെ പിന്നിലിരുന്ന് ഇത് കാണുന്ന ആളുകളുടെ സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ തക്കവണ്ണമുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ തക്കവണ്ണമുള്ള ഒരു കാര്യം പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക, മാർക്കറ്റിലുള്ള ന്യൂസുകൾ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക. എൻ്റെ വ്യൂ ഞാൻ പറയാതിരിക്കുക. കാരണം എൻ്റെ വ്യൂ ശരിയാണോ എന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ എൻ്റെ വ്യൂവോ എൻ്റെ വീക്ഷണങ്ങളൊന്നും തന്നെ മാർക്കറ്റിൽ ഒരിക്കൽ പോലും നമ്മൾ പറയില്ല. അത് എന്തുമായിരിക്കാം, മാർക്കറ്റിൽ പറയുന്നത് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഞാനൊരു അനലൈസിന് പോലും നിൽക്കാറില്ല. ഈ ഇൻഫർമേഷൻസ് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഇൻഫർമേഷൻസ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു 10 മിനിറ്റിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു 2 മണിക്കൂറിൽ സമയമെടുത്ത് കളക്ട് ചെയ്യുന്ന കാര്യം 10 മിനിറ്റിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അല്ലേ. അതുതന്നെയാണ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. ഒരു വെബ്സൈറ്റ് നോക്കി പല ഡേറ്റാസൊക്കെ നോക്കി ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഈ ഒരു ന്യൂസ് കാണുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഒറ്റയടിക്ക് കിട്ടും. അത് മാത്രമാണ് നമ്മളുടെ ഒരു അജണ്ട. അല്ലാതെ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറ്റിയുള്ള കഥകളും പറയുന്നില്ല. നിർത്തുന്നു. സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിർത്തുന്നു. താങ്ക് യു ഓൾ.